ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 5. യത് സാംഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരഭിഗമ്യതേ ഏകം സാംഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. സാംഖ്യരാൽ യാതൊരു സ്ഥാനം പ്രാപിക്കപ്പെടുന്നുവോ അതുതന്നെ യോഗികളാലും പ്രാപിക്കപ്പെടുന്നു. സാംഖ്യത്തെയും യോഗത്തെയും ഏകമെന്ന് കാണുന്ന ആൾ ശാസ്ത്രാർത്ഥത്തെ പരമാർത്ഥത്തെ കാണുന്നു. ഇവിടെ സാംഖ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. ഇവിടെ ഒന്നുകൂടി എടുത്തു പറയുകയാണ്, ആരാണോ ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് തന്നെ വേദാന്ത ശാസ്ത്രങ്ങളെ പഠിച്ച് അതിൻ്റെ ശരിയായ അർത്ഥ താല്പര്യം മനസ്സിലാക്കിയിട്ട്, വാക്കർത്ഥമല്ല, അക്ഷരാർത്ഥമല്ല, ലക്ഷ്യാർത്ഥം മനസ്സിലാക്കിയവർ, അവരാണ് സുനിശ്ചിതാർത്ഥത്തോടു കൂടിയവർ. അപ്പോൾ നമ്മൾ ബ്രഹ്മചര്യാശ്രമം, ഗാർഹസ്ഥ്യാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം എന്ന് 4 ആശ്രമങ്ങളായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ബ്രഹ്മചര്യാശ്രമം എന്ന് പറയുമ്പോൾ വിദ്യ നേടേണ്ട സമയമാണ് ബ്രഹ്മചര്യാശ്രമം, അതായത് വിദ്യാർത്ഥി എന്നർത്ഥം. അപ്പോൾ വിവാഹം കഴിച്ചിട്ട് വിദ്യ നേടിക്കൂടെ എന്ന് ചോദിച്ചാൽ അവരെ വിദ്യാർത്ഥിയായിട്ട് പരിഗണിക്കാറില്ല. വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ വിദ്യ അർത്ഥിക്കുന്ന സമയം അവിടെ ബ്രഹ്മചാരി എന്ന പേരിൽ അറിയപ്പെടുമ്പോഴാണ്. വിദ്യാർത്ഥി ബ്രഹ്മചാരി ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ അക്കാഡമിക്കൽ ലെവലിലുള്ള വിദ്യാഭ്യാസത്തിൽ പോലും നൽകുന്ന സർട്ടിഫിക്കറ്റ് ബാച്ചലർ ഓഫ് കോമേഴ്സ്, ബാച്ചലർ ഓഫ് ആർട്സ്, ബാച്ചലർ ഓഫ് സയൻസ് എന്നൊക്കെ പറയാൻ കാരണം ബാച്ചിലർ അൺമേരീഡ്, ഇയാള് വിവാഹം കഴിക്കാതെ ഈ വിദ്യ നേടിയിരിക്കുന്നു. അതെന്താ വിവാഹം കഴിച്ചിട്ട് വിദ്യ നേടിയാൽ? അപ്പോൾ പലവിധ വിഷയങ്ങളുടെ ചിന്തകളുടെ ഇടയിൽ പഠനം കൂടി ആയിക്കഴിഞ്ഞാൽ പഠിച്ചതൊന്നും ജീവിതമാകുന്ന പരീക്ഷയിൽ നമുക്ക് പ്രയോജനപ്പെടില്ല എന്ന് ആചാര്യന്മാർക്ക് അറിയാമായിരുന്നു. കോളേജിലെയും സ്കൂളിലെയും പരീക്ഷയിലൊക്കെ ചിലപ്പോൾ പാസ്സായി ഒരു കാണാപ്പാഠം പഠിച്ചെഴുതിയാൽ മതി. അത് എഴുതി കഴിഞ്ഞ് മാർക്ക് വാങ്ങി പാസ്സാവുന്നതോടുകൂടി അത് കഴിഞ്ഞു, പിന്നെ അതുകൊണ്ട് ജീവിതത്തിലൊരു പ്രയോജനമില്ല. പക്ഷെ വേദാദി ശാസ്ത്രങ്ങളെ പഠിക്കുന്നത് അതിനല്ല. ജീവിതത്തിൽ പലവിധ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും പ്രതിബന്ധങ്ങളും വരും. അവയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള മാർഗത്തെ പഠിക്കുന്നതിനാണ് വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥം എന്ന് പറഞ്ഞത്. വേദാന്ത വിജ്ഞാനം അതാണ് നൽകുന്നത്. ജീവിതമാകുന്ന പരീക്ഷയിൽ പരാജയപ്പെടാതിരിക്കാനും ജീവിതത്തിൽ വരുന്ന പ്രതിബന്ധങ്ങളുടെ മുന്നിൽ പകച്ചു പോവാതിരിക്കാനും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതിരിക്കാനുമുള്ള യാതൊരു വിദ്യാഭ്യാസമുണ്ടോ അത് നേടേണ്ട സമയം ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്നാണ്, വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്ത് പഠിക്കും? ആ സമയത്ത് ഉപ്പും മുളകും വാങ്ങാനുള്ള സർവ്വവിദ്യകളും നേടുന്നുണ്ട്, വേണ്ടെന്ന് പറഞ്ഞില്ല. ശരീരത്തിനെ നിലനിർത്താനുള്ള ശരീരത്തിന് വരുന്ന രോഗങ്ങൾ, മനസ്സിന് വരുന്ന ക്ലേശങ്ങൾ, ആരോഗ്യം നേരെയാക്കിയെടുക്കാനുള്ളത് ഇതൊക്കെ നമുക്ക് വേണം. പക്ഷേ അതൊക്കെ നേടുന്നതിനുപരി നേടേണ്ടത് എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട സമയം ബ്രഹ്മചര്യാശ്രമത്തിലാണ്. അതുകൊണ്ട് വയസ്സായിട്ട് പഠിക്കേണ്ടവയല്ല ഭഗവത്ഗീത തുടങ്ങിയവ. അത് കൊച്ചു കുട്ടിയാവുമ്പോൾ തന്നെ പഠിക്കേണ്ടതാണ്. അതിന് നമ്മുടെ അച്ഛനമ്മമാർ മക്കളെ പ്രേരിപ്പിക്കേണ്ടതാണ്. അപ്പം പഠിച്ചത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അപ്പം എന്ത് പഠിക്കുന്നുവോ അത് മറക്കില്ല. അപ്പം പഠിക്കുന്നത് മറക്കൊന്നുമില്ല. അതുകൊണ്ടാണ് വയസ്സായിട്ട് എത്രയൊക്കെ ഗീതയും മറ്റും പഠിച്ചാലും പഴയ സംസ്കാരങ്ങളെ ഓർമ്മ വരുന്നത് കൊണ്ട് ഗീത തുടങ്ങിയവയ്ക്ക് നമ്മുടെ
നമുക്ക് ശാന്തിയെ തരാൻ സാധിക്കാത്തത്. അപ്പം ശാന്തിക്കും സമാധാനത്തിനും വേണ്ട വിദ്യാഭ്യാസം. എന്തൊക്കെ അറിവുണ്ടായാലും അതില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനമുള്ളത്? ഭൗതികമായ വസ്തുവകകൾ ഇഷ്ടം പോലെയുണ്ട്. സ്വത്തുണ്ട്, പണമുണ്ട്, ഭക്ഷണമുണ്ട്, വാഹനമുണ്ട്, എല്ലാ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പം സമാധാനം നേടാനുള്ള വിദ്യയാണ് വേദാന്ത വിദ്യ. ആ വിദ്യ നേടേണ്ടത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴാണ്. ഒരു 10-35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്നതൊന്നും ശാന്തിക്ക് ഉതകുന്നില്ല. അത് ഒരു രാത്രി ഉറക്കം കഴിയുമ്പോഴേക്ക് ആ ശാന്തി നഷ്ടപ്പെടും, മറന്നുപോകും. അപ്പം ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ പഠിക്കേണ്ട സമയത്തിന് പറഞ്ഞ പേരാണ് ബ്രഹ്മചര്യാശ്രമം. ആ ബ്രഹ്മചര്യാശ്രമത്തിൽ യാതൊന്ന് പഠിച്ചിരുന്നുവോ അതവൻ്റെ മരണം വരെയും അവന് കൂട്ടിനുണ്ടാവും, കരുത്ത് നൽകും. ആ സമയത്ത് ആരാണോ ഈ വേദാന്ത വിജ്ഞാനത്തിൽ, വിജ്ഞാനം എന്ന് പറയുമ്പോൾ അനുഭവം നേടിയത്, അനുഭവികമായ അറിവ് നേടിയത്, അങ്ങനെ ആയ ആളെയാണ് സാഖ്യൻ എന്ന് പറയുക. അങ്ങനെ സാഖ്യനായ ഒരാൾ ഒന്നിലും കുടുങ്ങിപ്പോവാതെ അയാൾ ഏതൊരു ജീവിതം നയിച്ചാലും അയാൾ ബ്രഹ്മനിഷ്ഠനായിരിക്കും. ശരിയായ ഈശ്വര തത്വത്തെ അറിഞ്ഞ ആളായിരിക്കും. അതുകൊണ്ട് അയാൾക്ക് നേടാനും നഷ്ടപ്പെടാനും ഒന്നുമില്ല. അയാൾ ഒരു ദ്വന്ദ്വങ്ങൾക്കും വശഗതനാവുന്നില്ല. ദ്വന്ദ്വങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സുഖമുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും, മാനം ഉണ്ടെങ്കിൽ അപമാനം ഉണ്ടാവും, നിന്ദയുണ്ടെങ്കിൽ സ്തുതി ഉണ്ടാവും, ചൂടുണ്ടെങ്കിൽ തണുപ്പുണ്ടാവും, പൂജയുണ്ടെങ്കിൽ പരിഭവം ഉണ്ടാവും. ഇങ്ങനെയുള്ള സർവ്വദ്വന്ദ്വങ്ങളാലും ബാധിക്കപ്പെടാതെ അങ്ങനെ കഴിയുന്ന ആ ബ്രഹ്മനിഷ്ഠന്, ബ്രഹ്മനിഷ്ഠ എന്ന് പറയുമ്പോൾ ഈശ്വരീയമായ കാര്യങ്ങൾക്ക് മുഖ്യ പരിഗണന കൊടുത്ത് അത് മുടക്കം കൂടാതെ ചെയ്യുന്ന നിഷ്ഠനാണ് ബ്രഹ്മനിഷ്ഠൻ. അയാൾ മുക്തൻ തന്നെയാണ്. അയാളെ ബന്ധിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. അങ്ങനെയുള്ള ഒരാൾ യാതൊരു പദത്തെ പ്രാപിക്കുന്നുവോ അയാൾ എന്തായിരിക്കുന്നു? അയാൾ ഈ ജീവിതത്തിൻ്റെ കാലയളവിൽ തന്നെ, അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാണ്. അഥവാ മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ മുക്തിയെ പ്രാപിക്കുന്നു. പിന്നെ മരിച്ചിട്ട് ഒന്നും നേടാനൊന്നും അയാൾക്കില്ല. മരിച്ചിട്ട് നേടുന്ന സ്വർഗം തുടങ്ങിയ ലോകങ്ങൾ, മരണാനന്തര ഗമനത്തെ അയാൾ ഇച്ഛിക്കുന്നേയില്ല. മരിച്ചതിന് ശേഷമല്ല മുക്തി, ജീവിച്ചിരിക്കുമ്പോഴാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനായ ഒരാൾ എപ്പോഴും മുക്തൻ തന്നെയാണ്. അയാൾക്ക് നേടാനുമില്ല, നഷ്ടപ്പെടാനുമില്ല. ആ തലമാണ്, അതാണ് മുക്തിപദം. ആ മുക്തിപദത്തിലേക്ക് യോഗിയും എത്തിച്ചേരുന്നു. യോഗി എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മചര്യാശ്രമത്തിൽ ശാസ്ത്രങ്ങളെ പഠിച്ചിട്ടില്ല, പക്ഷെ കർമ്മങ്ങളെ മുഴുവൻ യജ്ഞാനുഷ്ഠാനങ്ങളിലൂടെ ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യാൻ അയാൾ പഠിച്ചിട്ടുണ്ട്. നല്ലോണം കർമ്മം ചെയ്യും. ആ കർമ്മങ്ങളെ മുഴുവൻ ഞാൻ ചെയ്യുന്നു എന്നുള്ളതും ഇതിൻ്റെ ബലം എനിക്ക് എന്നുള്ള ഭാവമില്ലാതെ യജ്ഞാനുഷ്ഠാനമായിട്ട് ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യപ്പെടുന്ന ഒരാളും ഈ തലത്തിൽ ക്രമികമായി എത്തിച്ചേരുന്നു. അതുകൊണ്ട് അറിവുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ആരാണോ ജ്ഞാനപ്രാപ്തിക്ക് ഉപായമായിരിക്കുന്ന യോഗം, കർമ്മയോഗം ചെയ്യുന്നത്, അഥവാ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടിയുള്ള സ്വകർമാനുഷ്ഠാനം ചെയ്യുന്നത്, അവർ ഈ പറഞ്ഞ, നേരത്തെ പറഞ്ഞ സാഖ്യൻ പ്രാപിക്കുന്ന അതേ തലത്തിലേക്ക് എത്തിച്ചേരുന്നു ചിത്തശുദ്ധിയിലൂടെ. അയാളും പുത്രവിത്ത ലോകേഷണകൾ ഉപേക്ഷിച്ച്, പുത്രേഷണ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, അഥവാ എൻ്റെ ഭർത്താവ്, എൻ്റെ വീട്, ഇതൊക്കെയാണ് പുത്രേഷണ. വിത്തേഷണ എൻ്റെ ധനം, എൻ്റെ ലോകം, എൻ്റെ സ്വത്ത്, എൻ്റെ ആധാരം എന്നൊക്കെ. ലോകേഷണം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിനോടുള്ള കടപ്പാടുകൾ, ഇതെല്ലാം ഇല്ലാതായിക്കൊണ്ട് പരമാർത്ഥ ജ്ഞാന സന്യാസ പ്രാപ്തിയിലേക്ക് അയാൾ എത്തിച്ചേരുന്നു എന്ന് അറിയുന്ന ആളാരോ, അതായത് ഫലത്തിൽ രണ്ടും ഒന്നാണെന്ന് ആരറിയുന്നുവോ, സാഖ്യവും യോഗവും
ഏകമാണെന്ന് ആരറിയുന്നുവോ അവരാണ് ശാസ്ത്രത്തിൻ്റെ താല്പര്യത്തെ ശരിക്കും അറിഞ്ഞിരിക്കുന്നത്. അല്ലാത്തവരൊക്കെ അക്ഷരത്തെ അറിഞ്ഞിട്ടുണ്ട്. ഇത് വേറെ അത് വേറെ, ഈശ്വരനൊന്ന് വേറെ, ദേവന്മാർ വേറൊന്ന് വേറെ, ദേവന്മാർ പലത്, ഇതൊക്കെ വേറെ വേറെ എന്നറിയുന്നവർ ശാസ്ത്രത്തിൻ്റെ ശരിയായ അർത്ഥത്തെ ഗ്രഹിക്കാത്തവരാണ്. ഇതൊക്കെ ഒന്നിലേക്കാണ് എത്തിച്ചേരുന്നത്. ഒരാൾ വഴിപാട് കഴിക്കുന്നു, പ്രാർത്ഥനകൾ ചെയ്യുന്നു, യജ്ഞം അനുഷ്ഠിക്കുന്നു, മറ്റൊരാൾ ശാസ്ത്രാർത്ഥ അർത്ഥ വിചിന്തനം ചെയ്യുന്നു. ഇവരൊക്കെ എത്തിച്ചേരുന്നത് അതിൻ്റെ താല്പര്യം ഒന്നാണെന്ന് ആരറിയുന്നുവോ അവരാണ് തത്വദർശികൾ. ഇപ്പം സാഖ്യന്മാർ എന്ന് പറഞ്ഞാൽ ധ്യാനം യോഗം വഴി പരമാർത്ഥത്തിൽ എത്തിച്ചേരുന്നു. യോഗികൾ എന്ന് പറയുമ്പോൾ കർമാനുഷ്ഠാനം വഴി ഈശ്വരാർപ്പണ ബുദ്ധിയ കർമ്മം ചെയ്യുന്നതിലൂടെ ആ പരമമായ തത്വത്തിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. അപ്പം സാഖ്യത്തെയും യോഗത്തെയും ഒന്നായിട്ട് കാണുക എന്നതിന് രണ്ടും ഒന്നിച്ച് ചേർത്ത് ഒരേ സമയത്ത് അനുഷ്ഠിക്കുക എന്നർത്ഥം മനസ്സിലാക്കരുത്. മറിച്ച് രണ്ടും രണ്ട് മാർഗങ്ങളല്ലെന്നും ഒരേ ലക്ഷ്യത്തിലേക്ക് പടിപടിയായി മനുഷ്യനെ ഉയർത്തുന്ന സാധനകളാണെന്നും അങ്ങനെ പരമതത്വ സാക്ഷാത്കാരത്തിലേക്ക് ഇവ എത്തിക്കുന്നതാണെന്നും ആരറിയുന്നുവോ അവരാണ് വാസ്തവത്തിൽ അറിയുന്നവർ. അവർ പുസ്തകജ്ഞാനികളല്ല. പുസ്തകത്തിനുപരി പുസ്തകത്തിൽ പറയപ്പെട്ടതിൻ്റെ താല്പര്യാർത്ഥത്തെ, വേദങ്ങളൊന്നും അക്ഷരാർത്ഥത്തിൽ ഗ്രഹിക്കേണ്ടതല്ല, അല്ലെ ലക്ഷ്യാർത്ഥത്തെ അറിഞ്ഞവരാണവർ എന്ന് ഉപദേശിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്.